ഹായ് ഫ്രണ്ട്സ്, നാളെയാണ് നമ്മുടെ ഫ്രീ ഫയറിൽ പുതിയ അപ്ഡേറ്റ് വരുന്നത്. നമുക്കെല്ലാവർക്കും നാളെ ഫ്രീ ഫയർ അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്ഡേറ്റ് ചെയ്താലേ നമുക്ക് ഗെയിം കളിക്കാൻ സാധിക്കുകയുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഗെയിം ഓപ്പൺ ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് ഇവിടെ ഗരീന ഫ്രീ ഫയർ പറഞ്ഞിരിക്കുകയാണ് നമുക്ക് എങ്ങനെ ഫ്രീ ഫയർ അപ്ഡേറ്റ് ചെയ്യാം. ഫ്രീ ഫയർ പ്ലേ സ്റ്റോറിലില്ല, എങ്ങനെയായിരിക്കും നമുക്ക് എല്ലാ പ്ലേയേഴ്സിനും ഫ്രീ ഫയർ അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കുക. ഫ്രീ ഫയർ ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് നോക്കാം. മറ്റൊരു കാര്യം ഫ്രീ ഫയർ നമ്മോട് പറഞ്ഞിരിക്കുകയാണ്, കുറച്ച് തെറ്റുകളും കുറച്ച് മിസ്റ്റേക്കുകളൊക്കെ ചെയ്യുന്ന വഴി നമ്മളെല്ലാവരും നമുക്ക് ഗെയിം അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കില്ല, നമുക്ക് ഗെയിം ഓപ്പൺ ചെയ്യാൻ സാധിക്കില്ല. സോ ആ മിസ്റ്റേക്ക്, ആ തെറ്റുകൾ നമുക്ക് എങ്ങനെ നാളെ ചെയ്യാതിരിക്കാം. സോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക. അതുമാത്രമല്ല, നിങ്ങൾ ആദ്യമായിട്ടാണ് യൂട്യൂബ് ചാനലിൽ നിന്ന് വീഡിയോ ആണെന്നെങ്കിൽ ഈ യൂട്യൂബ് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ താഴേക്കാണ് ബെല്ലൈക്കൺ അമർത്തുക. കാരണം ഇതേപോലെ ഞാൻ ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ നേരത്തെ നിങ്ങൾക്ക് പെട്ടെന്ന് കാണാൻ പറ്റുന്നതായിരിക്കും. മറക്കാതെ ബെല്ലൈക്കൺ അമർത്തിയേക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു നോട്ടിഫിക്കേഷൻ്റെ പ്രോബ്ലം വരാതെ വീഡിയോ പെട്ടെന്ന് തന്നെ കാണാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, നമ്മളെല്ലാവരും ഫ്രീ ഫയർ ഓപ്പൺ ചെയ്തിട്ട് ന്യൂസ് എന്ന ഭാഗത്ത് വരിക. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇങ്ങനൊരു പേജ് കാണാൻ സാധിക്കും. ന്യൂസ് സെക്ഷനിൽ നമുക്ക് ഇടതുഭാഗത്ത് ഡോ നോട്ട് അപ്ഡേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നോട്ടീസ് കാണാൻ സാധിക്കും. ഡോ നോട്ട് അപ്ഡേറ്റ് ദി ഗെയിമിൽ പറയുന്നത് നമുക്ക് എന്തൊക്കെ തെറ്റുകളായിരിക്കും നമ്മൾ ഇവിടെ ചെയ്യാതിരിക്കേണ്ടത്, അപ്ഡേറ്റ് ചെയ്യാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് തുടങ്ങിയ വിവരങ്ങളാണ് ഫ്രണ്ട്സ് ഈ ഒരു പേജിൽ, അതായത് ഡോ നോട്ട് അപ്ഡേറ്റ് ദി ഗെയിമിൽ പറയുന്നത്. രണ്ടാമത്തെ സെക്ഷനിൽ ഇവിടെ ഫ്രീ ഫയർ നമ്മോട് പറഞ്ഞിരിക്കുകയാണ്, അതായത് സെർവർ മെയിൻ്റെനൻസ് വരികയാണ്. അതായത് മാർച്ച് 23 നാളെ നമുക്ക് വരുന്നത് മെയിൻ്റെനൻസ് ബ്രേക്ക് ആയിരിക്കും. മാർച്ച് 23 നാളെ നമ്മുടെ ഫ്രീ ഫയറിലേക്ക് അപ്ഡേറ്റ് വരുന്നുണ്ട്. നമുക്കിവിടെ കാണാൻ സാധിക്കും ഒരു 10-11 കാണാൻ സാധിക്കും. അതായത് രാവിലെ 9:30 മുതൽ വൈകുന്നേരം 5:30 വരെ മെയിൻ്റെനൻസ് ബ്രേക്ക് ആയിരിക്കും. നാളെ നമുക്ക് എല്ലാവർക്കും ഈ സമയങ്ങളിൽ ഗെയിം കളിക്കാൻ സാധിക്കില്ല, ഗെയിം ലോഗിൻ ചെയ്യാനും സാധിക്കില്ല. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഇവിടെ ക്ലിയർ ആയിരിക്കുകയാണ്, നാളെ നമ്മുടെ ഫ്രീ ഫയറിലേക്ക് വരുന്നത് അപ്ഡേറ്റ് ആയിരിക്കും. നമുക്ക് 10 മുതൽ 11 വരെ കാണാൻ സാധിക്കും. ബട്ട് ഇന്ത്യൻ സെർവറിലേക്ക് വരുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു 9:30 മുതൽ വൈകുന്നേരം 5:30 വരെ ആയിരിക്കും ഈ ഒരു മെയിൻ്റെനൻസ് ബ്രേക്ക് ഉണ്ടാവുക. നാളെ വരുന്ന അപ്ഡേറ്റ് നമുക്ക് എല്ലാ പ്ലേയേഴ്സിനും എങ്ങനെ അപ്ഡേറ്റ് ചെയ്യാം, കാരണം പ്ലേ സ്റ്റോറിൽ ഫ്രീ ഫയർ ഇല്ല. അതുകൊണ്ട് എങ്ങനെയായിരിക്കും നമുക്ക് എല്ലാ പ്ലേയേഴ്സിനും അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കുക. ഇതിനെക്കുറിച്ച് ഫ്രീ ഫയർ ഇവിടെ ടോപ്പിൽ പറഞ്ഞിരിക്കുകയാണ്. ഇവിടെ കാണാൻ സാധിക്കും നമുക്ക് എല്ലാവർക്കും, ഡിയർ സർവൈവേഴ്സ്, പ്ലീസ് ഡോ നോട്ട് ട്രൈ ടു അപ്ഡേറ്റ് ദി ഗെയിം എ ക്ലയന്റ് ഫ്രം തേർഡ് പാർട്ടി പ്ലാറ്റ്ഫോംസ്. You can continue to play as usual with the current client. If you have accidentally installed the wrong client, please follow step below. Once you open the wrong game client, you will be redirected to our website. Download the correct client version for install. അതായത് ഫ്രീ ഫയർ നമ്മോട് പറയുന്നത്, ഒരു കാരണവശാലും നമ്മൾ തേർഡ് പാർട്ടി രീതിയിൽ നമ്മൾ ഈ ഫ്രീ ഫയർ അപ്ഡേറ്റ് ചെയ്യാൻ പാടില്ല. ആരെങ്കിലും ഒരു ലിങ്ക് ഒക്കെ തന്നിട്ട് നമ്മളോട് ഫ്രീ ഫയർ അപ്ഡേറ്റ് ചെയ്യാനൊക്കെ പറഞ്ഞിട്ട് തരികയാണെങ്കിൽ നമ്മൾ ഒരിക്കലും ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്യാൻ പാടില്ല. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. നാളെ അപ്ഡേറ്റ് കഴിയുമ്പോൾ നമ്മളെല്ലാവരും ഫ്രീ ഫയർ ഓപ്പൺ ചെയ്യുക. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഫ്രീ ഫയർ ഇവിടെ അപ്ഡേറ്റ് ആവുന്നതായിരിക്കും. നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മളെല്ലാവരും വന്നിട്ട് ഇവിടെ ഗരീന ഫ്രീ ഫയർ സെർച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഫ്രീ ഫയറിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് കാണാൻ സാധിക്കും. ഒഫീഷ്യൽ പേജിലേക്ക് വരുമ്പോൾ ഇങ്ങനെയുള്ള ഇന്റർഫേസ് ആയിരിക്കും നമുക്ക് എല്ലാ പ്ലേസിനും കാണാൻ സാധിക്കുക. നമ്മുടെ ഓൾഡ് ഫ്രീ ഫയർ അൺഇൻസ്റ്റാൾ ചെയ്ത് കളഞ്ഞിട്ട് നമുക്ക് പുതിയ വെർഷൻ നമുക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും. എന്നിട്ട് നമുക്ക് എല്ലാവർക്കും ഈ ചൂടെ കാണുന്ന ഈ ഡൗൺലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എല്ലാവർക്കും കണ്ടിന്യൂ കൊടുത്തിട്ട് നമുക്ക് എല്ലാവർക്കും ഈ ഒരു സിമ്പിളായിട്ട് ഈ ഫ്രീ ഫയർ ഡൗൺലോഡ് ചെയ്യാം. എന്നിട്ട് നമുക്ക് എല്ലാവർക്കും ഈ ന്യൂ വെർഷൻ നമുക്ക് എല്ലാവർക്കും സിമ്പിളായിട്ട് ഗെയിം കളിക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഇവിടെ ഇൻഫർമേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നിട്ടുണ്ടായിരുന്നു. സോ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്ന സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്.